ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ ഈ കാണുന്നത് എന്താന്ന് മനസ്സിലായോ? ആദ്യമേ പറയാം, ഇത് ചോക്ലേറ്റ് അല്ല. പിന്നത് എന്താന്നല്ലേ? നമുക്ക് മിക്ക കറി ഉണ്ടാക്കുമ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണല്ലോ പുളി. നമ്മളത് ഇതുപോലെ പേസ്റ്റ് ആക്കി സൂക്ഷിക്കലാണ് ഈ പതിവ്. ഇത് നമുക്ക് കുക്കിംഗ് എളുപ്പമാവാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു നുള്ളു പുളി പോലും വേസ്റ്റ് ആവാതെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓരോ കറിക്ക് വേണ്ട പുളി മാത്രമായിട്ട് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ചിലപ്പോൾ കുറച്ച് ബാക്കി വരാറുണ്ടല്ലേ. അത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാറുണ്ടെങ്കിലും അടുത്ത തവണ കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു തവണ പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കിയിൽ കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പുളിയുടെ അളവ് അറിയുമില്ല. അതുമാത്രമല്ല, നമ്മൾ എത്രയൊക്കെ പിഴിഞ്ഞെടുത്താലും അതിനകത്ത് കുറച്ച് പുളിയൊക്കെ വേസ്റ്റായി പോവാറുണ്ട്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു നുള്ളു പുളി പോലും വേസ്റ്റ് ആവില്ല എന്ന് മാത്രമല്ല, സാധാരണ 1 കിലോ അളവിലുള്ള പുളി 1-2 മാസത്തേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് 3-4 മാസത്തേക്ക് വരുവേ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യണത് എന്താ വെച്ചാൽ, ഇതിനകത്ത് കുരു ഉണ്ടാവാറുണ്ടല്ലോ. നമ്മൾ ക്ലീൻ ചെയ്ത പുളിയാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിനകത്ത് 1-2 കുരുവൊക്കെ എന്തായാലും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തോലും ചില ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റുകയാണേ. കൂട്ടത്തിൽ വലുതായിട്ട് കാണുന്ന, നമ്മൾ ഇത് വൃത്തിയാക്കുമ്പോൾ തന്നെ കയ്യിൽ വരുന്ന നാരും എടുത്ത് കളയുന്നുണ്ട്. അത് ശരിക്കും എടുത്ത് കളയണമെന്നില്ല, എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുക്കണ സമയത്ത് അതുകൂടെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ എടുത്ത് കളയാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. 5-10 മിനിറ്റിനകത്ത് തീരുന്ന പരിപാടിയേ ഉള്ളൂ. ദാ ഇത്രയും സാധനങ്ങളാണ് ഇന്നിപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയത്. പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒന്ന് കഴുകിയ വെള്ളം കളഞ്ഞതിന് ശേഷമാണല്ലോ പിന്നെ കുതിർന്ന് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വൃത്തിയാക്കിയെടുത്ത പുളിനെയും കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ കഴുകി എടുക്കുന്നുണ്ട്. വെള്ളത്തിനകത്ത് ഒരുപാട് സമയം ഇട്ട് വെക്കാറൊന്നുമില്ല. വെള്ളം ഒഴിച്ചതും തന്നെ അതിനെ കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയുടെ മുകളിൽ നിൽക്കുന്നത് പോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, എന്നാൽ പുളി ഫുള്ളായിട്ട് വെള്ളത്തിനകത്ത് നിൽക്കുകയും വേണം. അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് 2 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നു കഴിഞ്ഞ് കുക്കറിലെ എയറൊക്കെ പോയിട്ട് അത് തുറക്കണ സമയത്തുണ്ടല്ലോ, പുളി ദാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് തണുത്ത് വരുമല്ലോ, ആ സമയത്ത് കരണ്ടി കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ അത് ദാ ഇതുപോലെ ആവുമേ. നമ്മൾ പുളി തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നല്ലോ, ആ സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കണേ. പുളി ഫുള്ളായിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താലും ആ കുക്കറിനകത്ത് കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ ഈ കുക്കറിനകത്തേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളവും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം 1-2 തവണ ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ 2-3 മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴത്തേനും തന്നെ പുളി നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലായി ദാ ഈ കാണുന്ന രീതിയിൽ വരുവേ. ഇതിപ്പോൾ ഒന്നുകൂടെ കട്ടിയിലല്ലേ ഇരിക്കണത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കരണ്ടി കൊണ്ട് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ കരണ്ടി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാറ് തന്നെയാണ് ചെയ്യാറുള്ളത്. മിക്സി ഓൺ ചെയ്ത് ജസ്റ്റ് 1-2 തവണ ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമില്ല. പക്ഷെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവുമ്പോൾ അത് തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലെ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ കരണ്ടി കൊണ്ട് ഇളക്കിയെടുക്കാറ് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഈ പേസ്റ്റ് ഒന്നുകൂടെ ലൂസായിട്ട് വന്നല്ലോ. ഇനി നമ്മൾ ചെയ്യാറുള്ളത് ദാ ഇതുപോലൊരു അരിപ്പയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കലാണ്. നമ്മൾ ആദ്യം പുളിയുടെ കുരുവും അതിൻ്റെ തോലും ഒക്കെ എടുത്ത് കളയുന്ന സമയത്ത് വലിയ നാരിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ നാരുകളും ഒക്കെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അരിച്ചെടുക്കാതെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു സംഭവം മാത്രമാണ് പിന്നെ ഒഴിവാക്കാനായിട്ട് ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പണിയുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഈസിയാണ് കേട്ടോ. ഈ കരണ്ടി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേനും തന്നെ ആ പേസ്റ്റ് താഴത്തോട്ട് വീഴുവേ. പിന്നെ ഇടയ്ക്കൊക്കെ ഈ അരിപ്പയുടെ താഴെ നിൽക്കുന്നുണ്ടാവുമല്ലോ പേസ്റ്റ്, അതും സെപ്പറേറ്റ് ഒന്ന് എടുത്ത് അതിനകത്തേക്ക് ഇടാറുണ്ട്. കാരണം ഇത് തിക്കിലുള്ള പേസ്റ്റ് ആണല്ലോ. നമ്മൾ ഈ കരണ്ടി കൊണ്ട് അതിനകത്ത് പ്രസ് ചെയ്താക്കുന്ന സമയത്ത് അരിപ്പയുടെ താഴ്ഭാഗത്തുള്ളത് ചിലപ്പോൾ വീഴാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവുമല്ലോ. അതിനെയും ഇടയ്ക്കൊന്നും ഇങ്ങനെ കരണ്ടി കൊണ്ട് എടുത്ത് മാറ്റിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വേഗം തന്നെ അരിച്ചെടുക്കാനും പറ്റൂലോ. 1 കിലോ അളവിലുള്ള പുളി ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അതിനകത്തുള്ള സമയം മതി ഫുള്ളായിട്ടും അരിച്ചെടുക്കാനായിട്ട്. ദാ ഫുള്ളായിട്ട് കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇനി ഒന്നുകൂടെ ഒരു പണി ചെയ്യാറുണ്ട്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ പേസ്റ്റിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പി പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കുന്നത് തന്നെയാണല്ലോ നല്ലത്.
ഇങ്ങനെ ബോട്ടിലാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തായാലും 3 മാസത്തിൽ കൂടുതലൊക്കെ ഇത് ചീത്തയാവാതിരിക്കുവേ. അതുമാത്രമല്ല, ഒഴിവ് സമയം കിട്ടുമ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്താൽ അടുക്കളയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് ഓരോ കറിക്ക് ആവശ്യമായിട്ടുള്ള 1-2 സ്പൂൺ മാത്രമായിട്ട് എടുത്ത് ഉപയോഗിച്ച് എളുപ്പത്തിൽ കറി ഉണ്ടാക്കുകയും ചെയ്യാം. ഈ അരമണിക്കൂർ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3-4 മാസത്തിൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ ഇതുപോലെ ഈസി ആയിട്ട് പുളി പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമ്മൾ ഈ പേസ്റ്റ് എടുത്തതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തേക്ക് മിക്സിയിൽ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴുകിയെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പേസ്റ്റിനകത്ത് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തത് കൊണ്ട് ഒന്നുകൂടെ ലൂസായിട്ടാണ് ഇരിക്കാറുള്ളത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബോട്ടിലിനകത്ത് ആക്കിയിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. എന്നിട്ടുണ്ടല്ലോ, ഇത് ആദ്യം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ വേറെ പേസ്റ്റ് എടുക്കാറുള്ളൂ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത് ആദ്യം തീർക്കണത് തന്നെയാണ് കേട്ടോ നല്ലത്. കണ്ടില്ലേ, 1 കിലോ പുളി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കളയാനായിട്ടുള്ളത് എൻ്റെ ഈ കയ്യിൽ കാണുന്ന ഇത്രയും ഭാഗം മാത്രമായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ളത് മനസ്സിലായില്ലേ? 1 കിലോ പുളി നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 മാസമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ നമുക്കതിൻ്റെ ഇരട്ടി മാസം എന്തായാലും അതെത്തും. കാരണം ഈ വളരെ കുറച്ച് ഇത്രയും ഭാഗം മാത്രമാണ് നമുക്കതിന് കളയാനായിട്ടുള്ളൂ. വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് ഓരോ കറിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എത്ര വേസ്റ്റ് ആയിട്ട് പോവും അല്ലേ? അതുകൊണ്ട് തന്നെ പുളി ഒട്ടും വേസ്റ്റ് ആവാതിരിക്കാനും കുക്കിംഗ് എളുപ്പമാവാനൊക്കെ ആയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.